ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീനും വെള്ളരിയും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇതിനു വേണ്ടി 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്തതാണ്. ഇനി ഈ ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് വറുത്തെടുക്കാം. ഈ ചെമ്മീൻ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു വരുന്ന പാകമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലെ തലയും വാലും എല്ലാം കളയാൻ വേണ്ടി ഇതൊരു ഉണങ്ങിയ തുണിയിലിട്ട് കിഴി പോലെ ചുരുട്ടിയെടുക്കാം. ഇനി ഒരു ചപ്പാത്തിക്കോല് കൊണ്ട് ഇതിൻ്റെ എല്ലാ വശവും പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇനി ഒരു പ്ലേറ്റിലേക്കിട്ട് ഇത് ചേറി കുഴച്ചെടുക്കാം. മുറ ഉണ്ടെങ്കിൽ അതിലിട്ടാലും മതി. ഈ രീതി അല്ലാതെ കൈകൊണ്ട് തലയും വാലും നുള്ളിക്കളയാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ മുള്ളു കൊള്ളാനും സാധ്യതയുണ്ട്, സമയവും കൂടുതലെടുക്കും. ഇപ്പോൾ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇനി കറി തയ്യാറാക്കാൻ തുടങ്ങാം. പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഒരു വെള്ളരിയുടെ 1/4 ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ചേർക്കാം. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. 2 പച്ചമുളക് നടുകെ കീറിയത് ചേർക്കാം. 7-8 വെളുത്തുള്ളി ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി കുതിർത്ത് പിഴിഞ്ഞ് അരിച്ചെടുത്തതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓണാക്കി കുക്കർ അടച്ച് വെച്ച് 2 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 2 വിസിലടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കറിക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഇതിനു വേണ്ടി 3 പിടി തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ചെമ്മീനും വെള്ളരിയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കി അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി 5 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ കറി പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി താളിച്ചൊഴിക്കണം. ഇതിനു വേണ്ടി ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചത് ചേർക്കാം. ഈ ഒരു സ്റ്റെപ്പ് തീർച്ചയായും ചെയ്യണം. ഇതും കൂടി ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ചെറിയ ഉള്ളി നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ താളിച്ച ചെറിയ ഉള്ളിയും ഉലുവയും ഇനി കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയായ ഉണക്കച്ചെമ്മീൻ വെള്ളരിക്കറി റെഡി ആയിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ ഇങ്ങനെയൊന്ന് തീർച്ചയായും ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്. ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.